നമ്മളെല്ലാവരും പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഒരു ജീവിതമേ നമുക്ക് ഈ ഭൂമിയിലുള്ളെന്ന്. നമ്മളെല്ലാവരും ഒരു നല്ല ലൈഫിന് വേണ്ടി, നല്ലൊരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ ഒന്ന് കൈകളെ ഉയർത്താമോ? ബൈബിൾ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്, ആത്മാവോ ജീവിപ്പിക്കുന്നു. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ വ്യത്യസ്തമായ രണ്ട് കാലഘട്ടങ്ങളെയും വ്യത്യസ്തമായ രണ്ട് ശുശ്രൂഷകളെയും ഒറ്റ വാക്യത്തിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. ഒന്നുകൂടെ പറയാം, ആയിരക്കണക്കിന് വർഷങ്ങൾ നടന്ന ഒരു ശുശ്രൂഷയും യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വെളിപ്പെട്ടതിന് ശേഷം തുറന്നു വന്ന ഒരു കാലഘട്ടത്തെയും ഒരൊറ്റ വാക്യത്തിനകത്ത് ഈ മനുഷ്യൻ വെളിപ്പാടിൽ ക്രോഡീകരിക്കുകയാണ്, ഏകോപിപ്പിക്കുകയാണ്, ഒറ്റ വാക്യത്തിൽ വ്യക്തമാക്കുകയാണ്. ഇത് ഇങ്ങനൊരു ഗ്രേസ്, ഇങ്ങനൊരു കൃപ ഞാൻ പൗലോസിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇത്രയും എഴുതാൻ, വെളിപ്പാടിലൂടെ ഇത്രയും എഴുതി തരാൻ കൃപയുള്ള ഒരു അഭിഷിക്തനെ പുതിയ നിയമത്തിൽ ഞാൻ അധികം കാണുന്നില്ല. കാരണം നിങ്ങൾ ഓർക്കണം, പഴയ നിയമ കാലഘട്ടത്തെക്കുറിച്ച് ഒരൊറ്റ വാക്ക്, എത്ര ആയിരക്കണക്കിന് വർഷങ്ങൾ നടന്ന ഒരു ശുശ്രൂഷയാണ്. അതിനെ ഒറ്റ വാക്യത്തിൽ പുള്ളി കൊണ്ടുവന്നു, അക്ഷരം കൊല്ലുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ തുറക്കപ്പെട്ട പുതിയ നിയമ ശുശ്രൂഷയെ അടുത്ത ഒരൊറ്റ വാക്യത്തിൽ കൊണ്ടുവന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. രണ്ട് കാലഘട്ടങ്ങളെ ഒറ്റ വാക്യത്തിൽ കൊണ്ടുവരികയാണ്. ഇനി ഇത് പറയുന്നത് ആരാണ്? ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? അക്ഷരം കൊല്ലുന്നു എന്ന് വ്യക്തമാക്കിയതാരാണ്? പൗലോസ് തന്നെയാണ്. കാരണം ഈ പുള്ളി കൊല്ലുന്നവനായിരുന്നു. ഈ പുള്ളി ന്യായപ്രമാണത്തിൽ ജീവിച്ച് ആ ന്യായപ്രമാണത്തിൻ്റെ അകത്ത് കയറി അതിനകത്തൊരു മതഭ്രാന്തനായി, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മത തീവ്രവാദിയായി ന്യായപ്രമാണം ലോ അകത്ത് കയറി സ്തെഫാനോസിനെ ഉൾപ്പെടെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൂട്ടുനിന്ന് സഭയെ ഉപദ്രവിച്ച് ഒരു കുലപാതകനായി നടന്നൊരു മനുഷ്യനാണ് ഈ പൗലോസ്. അദ്ദേഹം തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു എന്ന്. എന്നാൽ ആ മനുഷ്യനെ, ആ കുലപാതകനെ, ആ ജീവിതം നയിച്ചവനെ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിച്ച്, കർത്താവായ യേശു അവനെ സന്ദർശിച്ച് അവനൊരു പുതിയ ജീവിതം കൊടുത്തപ്പോൾ ആ വ്യക്തി കൃത്യമായിട്ട് എഴുതി വെക്കുകയാണ്, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഈ ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് എഴുതിയ ഈ മനുഷ്യൻ അതിൻ്റെ അനുഭവസ്ഥനാണ്. അനുഭവമുള്ളവർ അനുഭവ സാക്ഷ്യം പറയണം. അനുഭവം ഇല്ലാത്തവൻ അനുഭവ സാക്ഷ്യം പറയാൻ എഴുന്നേക്കരുത്. അനുഭവമില്ലാത്തവൻ അഭിപ്രായം പറയാൻ ഇറങ്ങി വരരുത്. അനുഭവമുള്ളവനെ അഭിപ്രായം പറയാവൂ, അനുഭവമുള്ളവനെ അനുഭവ സാക്ഷ്യം പറയാവൂ. അനുഭവിച്ചവൻ പറയുകയാണ്, ഞാൻ കൊല്ലുന്നവനായിരുന്നു, ഞാൻ മരണത്തിൻ്റെ ശുശ്രൂഷയിൽ കിടന്നവനായിരുന്നു, എന്നാൽ ആത്മാവ് എൻ്റെ മേളിൽ വന്നു. ആ ആത്മാവ് എന്നെ ജീവിപ്പിച്ചെങ്കിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന നിങ്ങളെയും ഈ ആത്മാവ് ജീവിപ്പിക്കുവാനിടയാകും. കരങ്ങളെ തട്ടി കർത്താവിന് നന്ദി പറയുമോ? ആത്മാവോ, the spirit gives life. ഇത് അപ്പോസ്തലനായ പൗലോസ് പുറപ്പാട് പുസ്തകത്തിൽ നടന്നൊരു സംഭവത്തെയും കൂടെ ഈ വാക്യത്തിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടികളെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു, അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞു. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? മോശ ന്യായപ്രമാണവുമായി സീനായി പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജനം കാളക്കുട്ടികളെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിച്ച് അതിനു മുമ്പിൽ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. മോശയുടെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. മോശയുടെ മുഖത്ത്, മോശയുടെ സ്കിന്നിനകത്ത്
ഭയങ്കരമായ ഗ്ലോറി ഉണ്ട്. അവൻ്റെ മുഖത്തിൻ്റെ തേജസ് നിമിത്തം ഇസ്രായേൽ ജനതയ്ക്ക് അവനെ നോക്കാൻ കഴിഞ്ഞില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്കിന്നിനകത്ത് ഭയങ്കരമായ ഗ്ലോറി ഉണ്ട്, മുഖത്തൊരു പ്രകാശമുണ്ട്. 40 ദിവസം സീനായ് പർവ്വതത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മനുഷ്യനാണ്. എന്നാൽ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ തിന്മ കണ്ടപ്പോൾ മോശയുടെ അകത്ത് കോപമുണ്ടായി. സ്കിന്നിനകത്ത് ഗ്ലോറി ഉണ്ടായിരുന്നെങ്കിലും സ്പിരിറ്റിനകത്ത് അതില്ലായിരുന്നു. സ്പിരിറ്റ് ഭയങ്കരമായിട്ട് പ്രൊവോക്ഡായി. ആ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ വെച്ച് ദൈവം എഴുതി കൊടുത്ത കൽപ്പലകകളെ പൊട്ടിച്ചു കളഞ്ഞു. നമ്മളാണെങ്കിൽ നമ്മുടെ ബൈബിളിൽ ഒന്ന് അറിയാതെങ്കിലും ഒന്ന് ചവിട്ടിയാൽ, അറിയാതെങ്ങാനും കയ്യിൽ നിന്നൊന്ന് വീണാൽ, എന്നെ സംബന്ധിച്ച് ഞാനത് എടുത്ത് അതിനൊരു ചുംബനം കൊടുക്കും. ബൈബിൾ ഒന്ന് തറയിൽ വീഴാനോ ഒന്ന് ചവിട്ടാനോ പോലും നമ്മൾ തയ്യാറാകത്തില്ല. പക്ഷേ മോശ ദൈവത്തിൻ്റെ വിരലുകളാൽ എഴുതപ്പെട്ട ന്യായപ്രമാണത്തിൻ്റെ കൽപ്പലകളെ എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു. പൊട്ടിച്ചിട്ട് 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടി അവൻ എടുത്ത് തീയിലിട്ട് ചുട്ടരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. ഈ മനുഷ്യനെ നോക്കിയാണ് ദൈവം തമ്പുരാൻ പറഞ്ഞത്, എൻ്റെ ദാസനായ മോശയെ പോലെ സൗമ്യനായൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. തമ്പുരാൻ ഏത് ആംഗിളിൽ നിന്നാണ് നോക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എനിക്കൊരു കാര്യം പിടികിട്ടി, മനുഷ്യൻ നോക്കുന്ന ആംഗിളിൽ നിന്നല്ല ദൈവം നോക്കുന്നതെന്ന്. ശബ്ദമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. പുറപ്പാട് പുസ്തകം 32-28 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. 3000 പേർ വീണു. 3000 പേർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. 33-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അന്ന് ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷയുമായി മോശ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ 3000 പേർ മരിച്ചു. 3000 പേരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങൾക്കൊരു സത്യം അറിയുമോ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആത്മാവിൻ്റെ തീയുമായി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഒരൊറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ 3000 പേർ സ്നാനപ്പെട്ടു. 3000 പേരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. ഒന്നുകൂടെ പറയാം, മോശ ന്യായപ്രമാണവുമായി ഇറങ്ങി വന്നപ്പോൾ 3000 പേർ മരണപ്പെട്ടു. 3000 പേരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടു. എന്നാൽ ആത്മാവിൻ്റെ ശുശ്രൂഷയുമായി, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയുമായി പത്രോസ് ഇറങ്ങി വന്നപ്പോൾ 3000 പേരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. 3000 പേരുടെ അകത്ത് ജീവനുണ്ടായി. ഇതറിയുന്ന പൗലോസ് പറയുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമ സഭയിലാണ്. നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമ ശുശ്രൂഷയിലാണ്. ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് അധരങ്ങൾ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. വായ്കളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് വ്യാപരിക്കുന്ന അസാധാരണമായ ഒരു ജീവനുണ്ട്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ പറയുന്നത് അതിശോക്തിയല്ല, ഏകദേശമൊക്കെ ചത്തവനെ പോലെ, മരിച്ചവളെ പോലെ, മരിച്ചവനെ പോലെ ഞാൻ ഈ ആലയത്തിൽ വന്നതാ, അല്ലെങ്കിൽ എൻ്റെ പുറകോട്ടുള്ള സമയം ഞാൻ ഓർക്കുകയാണ്. ഞാൻ ആത്മീകമായി മരിച്ചിരുന്നു, ഞാൻ ആത്മാവിൽ ചത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനം, ഈ പുതിയ നിയമ ശുശ്രൂഷ എന്നെയും ജീവിപ്പിച്ചു, എന്നെയും ജീവിപ്പിച്ചു, എന്നെയും എഴുന്നേൽപ്പിച്ചു എന്ന് അനുഭവിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളൊന്ന് അടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ.